മാസങ്ങൾക്ക് മുൻപ് ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ ഇന്ന് കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയുണ്ടായിരുന്നു, പ്രതിഷേധ സ്വരങ്ങളുണ്ടായിരുന്നു. അവിടെ സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങളെ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുന്നു. അവിടെ ഈ ലക്ഷക്കണക്കിന് പേരാണ് ഈ SAR പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് എന്ന രീതിയിലുള്ള പല വിമർശനങ്ങളും ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലും അത് നടപ്പിലാക്കി. 8 ലക്ഷത്തിലധികം പേർ, 8.97 ലക്ഷം പേരാണ് പട്ടികയിൽ നിന്നും പുറത്തായത്. കേരളത്തിൽ വലിയ പ്രതിഷേധമില്ല, മൗനമാണ്. എന്തുകൊണ്ടായിരിക്കും ഈ മൗനം? കാര്യം മനസ്സിലായോ? SARന്റെ പ്രാധാന്യം കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് മനസ്സിലായത് കൊണ്ടാണോ, അതോ ഇനിയൊരു പ്രതിഷേധിക്കേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയത് കൊണ്ടാണോ? ഇല്ല, SIR ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു 10 തവണയോളം കേരളത്തിൽ SIR പല പ്രാവശ്യമായിട്ട് നടപ്പാക്കിയത് പല സർക്കാരുകളാണ് നടപ്പിലാക്കിയത്. കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ശരിയാണ്. ഇതിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്നപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായി. സിറ്റിസൺഷിപ്പ് രജിസ്റ്ററിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനോടും അത് പ്രസിദ്ധീകരിക്കുന്നതിനോടും പൗരന്മാരല്ലാത്തവരെ രാജ്യത്തിൽ നിന്നും അല്ലെങ്കിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിനോടും ആർക്കാണ് എതിർപ്പ് എന്ന് നമ്മൾ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഈ ഏറ്റവും കൂടുതൽ ഈ SIRനെ എതിർത്ത 3 ആൾക്കാരെന്ന് പറയുമ്പോൾ, ഒന്ന് മമതാ ബാനർജിയും, 2 നമ്മുടെ പിണറായി വിജയൻ സാറും, 3 സ്റ്റാലിനുമാണ്. ഈ 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ്. എതിർപ്പിൻ്റെ കാര്യം ഇന്നലെ നമ്മൾ പുറത്തു വന്നു. ഇന്നലെ തിരുപ്പൂരിൽ നിന്നും 6 ബംഗ്ലാദേശികളെയാണ് പിടികൂടിയത്. അവർ വർഷങ്ങളായിട്ട് അവിടെ താമസിച്ചു വരുന്നു. അവർ ഇന്ത്യക്കെതിരായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടും അതിൻ്റെ സിറ്റിസൺഷിപ്പ് രജിസ്റ്ററിനെ പറ്റിയിട്ടും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ പറ്റിയിട്ടും SIRനെ പറ്റിയിട്ടും ഒക്കെ എതിർപ്പുള്ളവർ, ഒരു പർട്ടിക്കുലറായിട്ടുള്ള അവർക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ കേരളം അതിന് വേണ്ടിയിട്ട് നിൽക്കാൻ കാരണം, കേരളത്തിൽ തന്നെ ഇന്ത്യൻ പൗരത്വമില്ലാത്ത ഒരുപാട് പേര് കേരളത്തിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സർക്കാരിനറിയാം. അതുകൊണ്ടാണ് അവർ പുതിയ നാറ്റിവിറ്റി കാർഡുമായിട്ട് ഇറങ്ങിയത്. ഈ നാറ്റിവിറ്റി കാർഡ് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയെ, കാര്യം നിയമസഭയ്ക്ക് നിയമം ഉണ്ടാക്കാം, ക്യാബിനറ്റിനും ബില്ലുണ്ടാക്കാം, നിയമസഭയ്ക്ക് അത് പാസ്സാക്കാം, അല്ലെങ്കിൽ ഗവർണർക്ക് അത് ഓർഡിനൻസ് ആയിട്ട് പാസ്സാക്കേണ്ട ഒരു സാഹചര്യം വരെയാണെങ്കിൽ ഗവർണർ അത് ഓർഡിനൻസ് പാസ്സാക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നിയമസഭ ഇനി പാസ്സാക്കാനുള്ള ഒരു സമയവും ഇല്ല നമുക്ക്. അപ്പോൾ ഇതിനകത്ത്, ഈ ഒരു കാര്യത്തിനകത്ത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി CPM-ഉം കോൺഗ്രസും ലീഗും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. നമ്മുടെ പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ചങ്ങാതിമാരാണ് 3 പേര്. സംസ്ഥാനാന്തര രാഷ്ട്രീയം നോക്കുമ്പോഴത്തേക്ക് സ്റ്റാലിനും പിണറായിയും മമതയും ഒക്കെ ചങ്ങാതിമാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1 കോടിയോളം ബംഗ്ലാദേശികളാണ് 71 ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ 1971 കുടിയേറ്റം, ഏകദേശം 1 കോടി ആൾക്കാരാണ് കുടിയേറിയത്. അത് കുടിയേറിപ്പോയവർ എവിടെയൊക്കെ പോയെന്ന് നമുക്കറിയത്തില്ല. അത് കുറേ ബംഗാളിൽ കുറേ കയറി, പിന്നെ ആസാമിൽ കയറി, പിന്നെ ത്രിപുരയിൽ കയറി, ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഇത് ബീഹാറിലും ബംഗാളിലും ബോംബെയിലും വരെ എത്തി. ഇപ്പോൾ നമ്മൾ കാണുന്ന ശിവസേന നേതാവ് ബാൽ താക്കറെ ഈ ഒരു പ്രൊമനൻസിലോട്ട് എത്തിയത്, അദ്ദേഹം തെക്കേ ഇന്ത്യക്കാരെ അല്ല അവർ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അന്നത്തെ അവരുടെ സമരം ബംഗ്ലാദേശികളോടായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യം അദ്ദേഹം സമരം പ്രഖ്യാപിച്ചത്. കാര്യം മുംബൈയിൽ ചേരികളിൽ താമസിക്കുന്നവരെ പറ്റിയിട്ട് അന്നത്തെ കാലത്ത് കണക്കുമില്ല, വഴക്കുമില്ല, ആരെവിടെ താമസിക്കണമെന്ന് അറിയത്തില്ല. അന്ന് ഈ ചേരികളിൽ അവിടെ ബോംബെയിലെയും ഡൽഹിയിലെയും ഒരുപാട് ചേരികളിൽ ഉണ്ടായിരുന്നത് തമിഴന്മാർ അവരിൽ ഏത് വിഭാഗമാണെന്ന് എന്താണെന്നൊന്നും അറിയത്തില്ല. അതിനകത്ത് അദ്ദേഹം എന്ന് പറഞ്ഞത് അതിനകത്ത് ഒരുപാട് ആൻറ്റി നാഷണൽസ് ഉണ്ട്. ആൻറ്റി നാഷണൽസ് എന്ന് വെച്ചാൽ അവർ ഇന്ത്യക്കാരല്ല. അവരെ കണ്ടെത്തി പുറത്താക്കാനുള്ള ഒരു ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ വരേണ്ടി വന്നു. അന്നത്തെ കാലത്ത് ഇതൊന്നും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഇതൊന്നും ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഒരു പാകിസ്ഥാനെ തന്നെ മുറിച്ച് കയ്യിൽ വെച്ചു കൊടുത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബംഗ്ലാദേശിയോ പാകിസ്ഥാനിയോ പുറത്താക്കി കഴിഞ്ഞാൽ അവർ പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളാണെങ്കിൽ അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ വന്നപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഒരു ശക്തമായ പിന്തുണ കിട്ടിയത് കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ടെന്ന് ആൾക്കാർ അറിയുന്നതും, വോട്ടർ കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്നതൊക്കെ TN ശേഷന് ശേഷമാണെന്ന് പറയുന്ന പോലെ
SIR എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഡിക്ലെയർ ചെയ്തപ്പോഴത്തേക്കാണ്. ഇലക്ഷൻ കമ്മീഷന് എതിരായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട കോൺഗ്രസ് BJP ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പും നിയമ നടപടികളും ഹൈക്കോടതികളിൽ ഹർജി എല്ലാ സുപ്രീം കോടതി എല്ലാ ഹർജികളും സുപ്രീം കോടതിയിലോട്ട് വിളിച്ചു വരുത്തി മാസങ്ങളോളം നീണ്ട തർക്കങ്ങളാണ് അവിടെ നടന്നത്. ഒരുപാട് പൈസ ചിലവാക്കി. എന്നിട്ട് മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ചെന്ന് പാർട്ടി ഇൻ പേഴ്സണായിട്ട് വാദിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഈ വോട്ടുകൾ അവർക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും ഇന്നലെ വീണ്ടും കൽക്കട്ടയിലെ ഇഷ്യൂ കാര്യം അവർ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരെ കാര്യം ഇലക്ഷൻ കമ്മീഷൻ സ്വന്തമായിട്ട് അതോടൊപ്പം തന്നെ ഈ അമിത്ഷായുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. SIRൽ നിന്നും ഒഴിവാക്കിയ കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്നും പുറത്താക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അതെല്ലാം ഒരു വെല്ലുവിളിയായാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? നമ്മളിപ്പോൾ പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. നമ്മൾ അവിടെ സ്ഥിരതാമസമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്യത്തെ നിയമങ്ങൾ അവിടെ ബാധകമല്ലേ? ബാധകമാക്കണ്ടേ? ഞാൻ ചോദിക്കുന്നതാണ്. ഇപ്പം നമ്മളൊരു രാജ്യത്ത് പോയിട്ട് ഞാനിപ്പോൾ നാളെ കാനഡയിൽ പോകുന്നു, ഞാനവിടെ സ്ഥിരതാമസമാക്കണമെങ്കിൽ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ടില്ലേ നമുക്ക് അവിടെ സ്ഥിരതാമസമാക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാനവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ടോ മാത്രം എനിക്ക് ആ രാജ്യത്തെ പൗരത്വം തരണം എന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായീകരണമാണുള്ളത്? നമ്മുടെ രാജ്യത്തെ പൗരത്വം കിട്ടണമെങ്കിൽ അതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ ധിക്കരിക്കാൻ ഒരു കോടതിക്ക് സാധിക്കത്തില്ല. ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി ഗതി കെട്ടിട്ട് ഇത്രയും നമ്മളൊരു നീതിന്യായ സംവിധാനത്തിന് താഴേണ്ടി വരുമെന്ന് തോന്നിയില്ല. ഗതി കെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തില്ലെങ്കിൽ ഇവരെ മേൽനോട്ടത്തിന് ഞങ്ങൾ ജുഡീഷ്യൽ ഓഫീസർമാരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെയും ബാക്കി എല്ലാവരുടെ മീറ്റിംഗ് ഇന്നലെ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൽക്കട്ടയിൽ. അവിടുത്തെ ചീഫ് സെക്രട്ടറി, ഇലക്ഷൻ കമ്മീഷണർ, മറ്റുള്ളവരുടെ കാര്യം ഗവൺമെന്റിന്റെ അത് യഥാർത്ഥത്തിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ആണ് നമ്മളവിടെ കാണേണ്ടത്. ഇലക്ഷൻ കമ്മീഷന് ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ആണ്. പണ്ടേ തന്നെ അമിത്ഷായുടെ രീതിയിൽ ഈ മമതാ സർക്കാരിനെ പുറത്താക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ അവർ ചെയ്യാത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഇവരെ 5 വർഷവും സഹിച്ചത്. പക്ഷേ ഈ SIR വന്നതോടെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടും അവിടെ നമ്മൾ കാണുന്നുണ്ട്. CPM-നകത്ത് അവിടെയും നല്ലൊരു പൊട്ടിത്തെറി കാണുന്നുണ്ട്. അവിടെ അവശേഷിക്കുന്ന CPM-നകത്ത് പോലും നല്ലൊരു പൊട്ടിത്തെറി നമ്മൾ ബംഗാളിൽ കാണുന്നുണ്ട്. ഇതെല്ലാം SIR-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാര്യം ഈ SIR ഈ 2-3 സംസ്ഥാനങ്ങളുടെ ജനവിധിയെയും അതിൻ്റെ ആൾക്കാരുടെ ഡെമോഗ്രാഫിയെയും ബാധിക്കുന്ന രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 9 ലക്ഷം പേര് പുറത്തുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തിരുവനന്തപുരത്ത് ഒരു ടെസ്റ്റ് ഡോസായിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശ്രീ അടൂർ പ്രകാശ് പരിശോധിച്ചപ്പോഴത്തേക്ക് 1.5 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരെ കണ്ടെത്തി. അതിൽ ഏകദേശം 75,000-ഓളം പേര് പുറത്താക്കി. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ 75,000 എന്ന് പറയുന്നത് 20 കൊണ്ട് നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ ഏകദേശം 15 ലക്ഷത്തോളം പേര് ആവറേജ് കേരളത്തിൽ പുറത്താകേണ്ടവരാണ്. അതിൽ 9 ലക്ഷം പേരെ കണ്ടെത്താനും പുറത്താക്കാനും ഇലക്ഷൻ കമ്മീഷന് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇനിയും ആരെങ്കിലും അവശേഷിക്കണമെങ്കിൽ അവരെടുത്ത് നമ്മൾ ഒരു സിമ്പതിയും വേണ്ട, ഒരു എമ്പതിയും വേണ്ട. അവർ ഇന്ത്യക്കാരല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അവരെ സ്നേഹിക്കാൻ പോകുന്നത്? ഒരു മതത്തിൽപ്പെട്ട അങ്ങനെയാണെങ്കിൽ പിന്നെ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻകാരെ എല്ലാം വിളിച്ച് ഇവിടെ കൊണ്ട് താമസിപ്പിക്കുക, അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ പറയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. ഇത് SIR എന്ന് പറയുന്നത് ഒരാൾ ഒരു രാജ്യത്തെ പൗരനാണ്. അപ്പോൾ പലരും പറഞ്ഞു പൗരത്വം നിർണ്ണയിക്കാൻ ഇലക്ഷൻ കമ്മീഷന് അധികാരമില്ല. നല്ല കാര്യമാണ്, പൗരത്വം നിർണ്ണയിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ അവകാശമല്ല. പക്ഷേ ഒരു വോട്ടർ, ഇന്ത്യൻ വോട്ടർമാർ മാത്രമേ, ഇന്ത്യൻ പൗരന്മാരെ മാത്രമേ വോട്ടറാക്കാൻ ഇലക്ഷൻ കമ്മീഷന് സാധിക്കുന്നു എന്നുള്ളത് കോമൺ സെൻസാണ്. ഈ കോമൺ സെൻസിനെ ധിക്കരിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് പോലും ആൾക്കാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനത്തിലാണ്. ഞങ്ങൾ CAA നടപ്പാക്കില്ല. CAA നടപ്പാക്കേണ്ട സ്റ്റേറ്റ് അല്ലല്ലോ നടപ്പാക്കേണ്ടത്. CAA നടപ്പാക്കേണ്ടത് സ്റ്റേറ്റ് അല്ലല്ലോ. സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ഞങ്ങൾ ഉണ്ടാക്കില്ല, സ്റ്റേറ്റ് അല്ലല്ലോ ഉണ്ടാക്കേണ്ടത്, അത് അവരുണ്ടായിക്കൊള്ളുമല്ലോ. അവർ CAA അവർ നടപ്പാക്കി, സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ നടപ്പാക്കി. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് രജിസ്റ്ററിൻ്റെ വേറൊരു ഭാഗം തന്നെയാണ് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന SIR. കാര്യം ഒരാൾ ഇന്ത്യയിൽ വോട്ടർ ആകണമെങ്കിൽ ഇന്ത്യൻ പൗരനാകണം എന്നുള്ളൊരു നിർബന്ധം ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നു. അത് പാടില്ല എന്ന് പറയാൻ ആർക്കാ അധികാരം? അതിൻ്റെ അർത്ഥം ഇന്ത്യൻ പൗരത്വം ചെക്ക് ചെയ്യാതെ വരുന്നവർക്ക് എല്ലാവർക്കും വോട്ടർ കാർഡ് കൊടുത്ത് അവരെ എല്ലാവരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
എന്തായാലും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള ഇപ്പം ബീഹാറിൽ ആദ്യം വന്നപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ബാക്കി മറ്റ് സ്റ്റേറ്റുകളിൽ വരുന്നതിൻ്റെ ഒരു മുന്നോടിയാണെന്ന് മനസ്സിലായിട്ട് എല്ലാവരും കൂട്ടമായിട്ട് എതിർത്തു. സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും വീണ്ടും അവർ ശക്തിയായിട്ട് എതിർത്തു. ഈ എതിർപ്പിൽ ഒരു കാര്യമില്ലാന്നും ഇതെല്ലാം വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ആർക്കും അതിനകത്തൊരു ലാക്സിറ്റിയും കിട്ടിയിട്ടില്ല, പ്രതീക്ഷിക്കേണ്ട, ഇങ്ങോട്ട് കിട്ടത്തുമില്ല. കാര്യം ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രം നമുക്കുള്ള അവകാശങ്ങൾക്ക് നമുക്ക് സുപ്രീം കോടതിയിൽ പോകാനുള്ള അധികാരമുണ്ട്. ഇപ്പം സുപ്രീം കോടതി തന്നെ ചോദിച്ച വേറൊരു കാര്യമുണ്ട്. 65 ലക്ഷം പേരെയാണ്, ഇപ്പം നമ്മുടെ കേരളത്തിൽ 9 പറഞ്ഞു, 65 ലക്ഷം പേരെയാണ് ബീഹാറിൽ നിന്ന് ഒഴിവാക്കിയത്. അപ്പോൾ അന്ന് കോടതി പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഏതെങ്കിലും ഒരാളുടെ വോട്ടവകാശം ഇലക്ഷൻ കമ്മീഷൻ റദ്ദാക്കിയെങ്കിൽ പൗരാവകാശം റദ്ദാക്കിയത് തുല്യമാണ്, അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കാണ്. ഒരാളുടെ നമ്മുടെ പൗരാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നമുക്ക് നേരിട്ട് പോവാം. ഈ 65 ലക്ഷം പേരിൽ ആരും എന്തേ വരാത്ത കോടതിയിലോട്ട്? അല്ലെങ്കിൽ ഇത്രയും NGOs ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, പ്രശാന്ത് ഭൂഷണെ പോലുള്ള കുറേ പേർ നടക്കുള്ളൂ. ഇതിനകത്തൊരു 100 പേരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പ് കൊണ്ടുവന്ന് പരേഡ് ചെയ്യിക്കാത്തത് ഞങ്ങൾ ബീഹാറിലെ വോട്ടർമാരാണ്, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്, ഞങ്ങൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത്. 65 ലക്ഷം പേരിൽ നിന്ന് 65 പേരെങ്കിലും കൊണ്ടുവരാത്തത് കോടതി ഏതാണ് ചോദിച്ചത്? ഈ നിങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ കൊണ്ടുവന്നിരുന്നല്ലോ. രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നല്ല, ഈ വോട്ടർ ചിലരെയല്ല ഞാൻ പറയുന്നത്. 100 പേരെ കൊണ്ടുവന്നിട്ട് 100 പേര് ഞങ്ങൾ ബീഹാറിലെ വോട്ടർമാരാണ്, ഞങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയത് എന്തുകൊണ്ടെന്ന് ഈ കോടതിയിൽ സുപ്രീം കോടതി ജഡ്ജി എടുത്ത് ചോദിക്കാമല്ലോ. അദ്ദേഹമല്ലേ ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് നേരിട്ട് പെറ്റീഷൻ കൊടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ എനിക്ക് സുപ്രീം കോടതിയിൽ നേരിട്ട് എനിക്കൊരു പെറ്റീഷൻ കൊടുക്കാം. അത് അവർ കേട്ടേ പറ്റത്തുള്ളൂ. ഈ 65 ലക്ഷം പേരിൽ എന്താരും പോകാതെ? ഇപ്പം കേരളത്തിൽ തന്നെ 9 ലക്ഷം പേര് പോയി. നമ്മുടെ കേരളമാണല്ലോ. കേരളത്തിൽ നിന്ന് എന്താ വോട്ടർമാരെയും കൊണ്ട് പിണറായി 9 ലക്ഷം പേരെയും കൊണ്ട് എന്താ ഡൽഹിക്ക് പോകാതെ? അപ്പോൾ ഈ 9 ലക്ഷം പേരെ ഒഴിവാക്കിയെങ്കിൽ 9 ലക്ഷം പേരെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളം ശ്രമിച്ചത് എന്തിനാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല പല ഇലക്ഷനും കേരളത്തിൽ ഭരണ സംവിധാനം നിശ്ചയിക്കുന്നത് 5 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെ വോട്ടുകളാണ്. അപ്പോൾ 9 ലക്ഷം വോട്ടുകളെ വ്യാജന്മാരായിരുന്നു. അപ്പോൾ 9 ലക്ഷം വോട്ടുള്ള, അപ്പോൾ നമ്മുടെ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കാര്യം കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നത്, പക്ഷേ ഒഴിവാക്കിയവരുടെ എണ്ണം അത്രയും തന്നെ മാറുകയും ചെയ്തു. അപ്പോൾ ഏതെങ്കിലും വോട്ടർമാർക്ക്, ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, നല്ല ഉദ്ദേശത്തോടെ പറയുന്നത്, ഏതെങ്കിലും വോട്ടർമാരുടെ പേര് മാറ്റി, എൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. SIRൽ വന്നിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് കൊണ്ടും SIRൻ്റെ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നുകൊണ്ട് എൻ്റെ പേര് മാറ്റി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ വോട്ടർ ID കാർഡുമായിട്ട് നേരെ ഇലക്ഷൻ കമ്മീഷനിൽ പോവുക, എൻ്റെ ക്രെഡൻഷ്യൽസ് കൊടുക്കുക, ഞാൻ ഇന്ന വർഷം എനിക്ക് ഇന്ന വോട്ടർ കാർഡ് കിട്ടും, ഞാൻ ഇത്ര വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ്, ഇപ്പോൾ ഞാൻ ഇവിടെ താമസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ തരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സുപ്രീം കോടതിയിൽ പോകാനുള്ള അധികാരമുണ്ട്. കാര്യം എൻ്റെ വോട്ടവകാശം നിഷേധിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ ഈ 9 ലക്ഷം പേർക്ക് വോട്ടവകാശം മാറ്റിയിട്ട് അവർക്ക് ആർക്കും പരാതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് എന്തോ ഒരു വലിയ അജണ്ട ഉണ്ടായിരുന്നു. അത് ഈ 3 മുഖ്യമന്ത്രിമാർക്കും അതിൻ്റെ അജണ്ട ഉണ്ടായിരുന്നു. അതുമല്ല, വ്യക്തിപരമായിട്ട് സ്റ്റാലിൻ മറുപടി പറയണം. ഈ ബംഗ്ലാദേശികൾ തിരുപ്പൂർ ഇത്രയും വർഷമായിട്ട് താമസിച്ചിരുന്നത് എന്തുകൊണ്ട്? ഇത് ഈ ലാൻഡ് ഓർഡർ സംസ്ഥാനത്തിൻ്റെ വകുപ്പാണല്ലോ. അപ്പോൾ അവിടെ താമസിക്കുകയും അവർ ഇന്ത്യക്കെതിരായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ പരാമർശം വരികയും അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്നതിൻ്റെ പുറത്താണ് ഇവരെ ഇത്രയും പേര് അറസ്റ്റ് ചെയ്തത്. ഇനി എത്രയോ പേര് കിടപ്പുണ്ട്. ഈ ചില കോളനികളുണ്ട് ഡൽഹിയിലാണെങ്കിൽ തന്നെ, ഡൽഹിയിൽ പോലും ചില കോളനികളുണ്ട്, ഹരിയാനയിൽ ചില കോളനികളുണ്ട്, പല സംസ്ഥാനങ്ങളും ചില കോളനികളുണ്ട്. അവിടെ താമസിക്കുന്നവർ ആരാണെന്ന് ആ കോളനിയിലോട്ട് പ്രവേശിക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഇന്നും ജുമാ മസ്ജിദ് ഏരിയയിൽ ഡൽഹി പോലീസിന് കയറി ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനുണ്ടായിരുന്ന സമയത്തൊന്നും സാധിച്ചിട്ടില്ല. അതുപോലെ പല കോളനികളുണ്ട്, അവിടെ ഒന്നും പോലീസിന് പോകാനോ അന്വേഷിക്കാനോ എടുക്കാനോ ഒന്നും സാധിക്കത്തില്ല. അത് ചില മതവിഭാഗങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് വോട്ടവകാശമോ അല്ലെങ്കിൽ പൗരത്വ പ്രകാരമുള്ള ഏതെങ്കിലും ഒരു അവകാശമോ നിഷേധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ തെറ്റാണ്. അത് ഗവൺമെൻറ് ശക്തമായിട്ട് 9 ലക്ഷം പേര് ആരൊക്കെയെന്ന് കണ്ടുപിടിക്കണം. ഇവർക്കൊക്കെ ആദ്യം നാറ്റിവിറ്റി കാർഡ് കൊടുക്കണം. ഈ 9 ലക്ഷം പേർ ആരൊക്കെയെന്ന് കണ്ടുപിടിച്ചിട്ട് ഇവർക്ക് നാറ്റിവിറ്റി കാർഡ് കൊടുത്തിട്ട് അവരെ കൈ പിടിച്ചിട്ട് പിണറായി ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറയും. നാറ്റിവിറ്റി എന്ന് അയാൾ ഇവിടെ താമസിക്കുന്നതെന്ന് മാത്രമാണ് നാറ്റിവിറ്റി കാർഡിൻ്റെ അർത്ഥം. അവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഒന്നും പറയുന്നില്ല. അത് പൗരാവകാശ രേഖയല്ല. ഇത് കേരളത്തിലെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പേടിയുള്ള ചില സമുദായങ്ങളെ ഒരുമിച്ച് കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ സതീശൻ കണ്ടുപിടിക്കേണ്ടത് ലോക്സഭയിൽ സ്പീക്കർക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. എന്തേ സതീശൻ വിചാരിച്ചിട്ട് ഇതൊരു അവിശ്വാസ പ്രമേയം കേരളത്തിൽ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, പിണറായിക്കെതിരായിട്ട് ഇത്രയും ആരോപണങ്ങളുണ്ടായിട്ട്, ഇത്രയും
അഴിമതി ഉണ്ടായിട്ട്, ഇത്രയും കോടതി കേസുകളുണ്ടായിട്ട്, കോടതി പരാമർശങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ ഇതുവരെയും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നില്ല? അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. 30 പേരെയും വെച്ചുകൊണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് എന്തായാലും അവിടുത്തെ സ്പീക്കറെ പുറത്തിറക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ വിഷയത്തിൽ നമുക്കൊരു ചർച്ച കൊണ്ടുവരാനും സമയം കിട്ടും ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കാൻ. ഈ സതീശൻ എന്ന് പറയുന്ന ആൾ വലിയ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ നടിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഗവൺമെന്റിനെതിരായിട്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനോ ഈ ഗവൺമെന്റിനെതിരായിട്ട് വന്ന കാര്യങ്ങൾ നിയമസഭയുടെ റെക്കോർഡുകളിൽ കൊണ്ടുവരാനോ ഒന്നും പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ഇത് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു മകുടോദാഹരണം. അപ്പോൾ CARന്റെ ഈ SIRന്റെ പേരിലും ഈ രണ്ട് മുന്നണികളും ഒറ്റക്കെട്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട. അത് ഏത് വിഭാഗം വോട്ടർമാർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.